പ്രിയ സുഹൃത്തുക്കളെ, ഛത്തീസ്ഗഡിൽ നടന്ന കന്യാസ്ത്രീകൾക്ക് നേരെയുള്ള ക്രൂരവും നിന്ദ്യവുമായ ആക്രമണം നമ്മുടെ മതേതര ഇന്ത്യക്ക് തീരാ കളങ്കമാണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാന് തുല്യമായി ഇന്ത്യ രാജ്യം മാറുകയാണോ? നാം ചിന്തിക്കണം. നമ്മുടെ ഗാന്ധിജി വിഭാവനം ചെയ്ത ഇന്ത്യയാണോ ഇത്? ഇതാണോ രാമരാജ്യം? മതേതര ഇന്ത്യ എന്ന സങ്കല്പത്തിൽ നിന്ന് മത തീവ്രവാദ രാജ്യമായി ഇന്ത്യ മാറുകയാണോ എന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കണം. ഈ രാജ്യത്ത് ഏത് മതത്തിൽ വിശ്വസിക്കുവാനും ഏത് മതം പ്രചരിപ്പിക്കുവാനുള്ള ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമല്ലേ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്? നമ്മുടെ രാജ്യം ആര് ഭരിക്കട്ടെ, പക്ഷേ രാജ്യത്തിൻ്റെ ഭരണഘടന മുറുകെ പിടിക്കേണ്ടതുണ്ട്. രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കെതിരായ ഒരു പോരാട്ടമായി നാം ഇതിനെ കാണണം. ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു? ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തകർത്ത് വനസ്മൃതിയിലേക്ക് ഇന്ത്യ രാജ്യത്തെ കൊണ്ടുപോകുകയും ഒരു മതരാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റുന്നതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമല്ലേ ഇപ്പോൾ ഛത്തീസ്ഗഡിലുണ്ടായത്? മണിപ്പൂരിലും ഛത്തീസ്ഗഡിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമെല്ലാം ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിർബാധം തുടരുകയാണ്. ആട്ടിൻതോലിട്ട ചെന്നായെ പോലെ BJPയുടെ സംഘപരിവാരങ്ങൾ നടത്തുന്ന ഈ അക്രമങ്ങൾ BJP നേതൃത്വം കയ്യും കെട്ടി നോക്കിയിരിക്കുന്നത് ലജ്ജാവഹമാണ്. അവർ ആ കാര്യത്തിൽ ഇടപെടണം. അവരുടെ നേതൃത്വം ഉണർന്ന് പ്രവർത്തിക്കണം. അവർ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിലും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരും മറ്റു സമുദായത്തിൽപ്പെട്ടവരുമുണ്ട്. ഞങ്ങൾ മതേതരവാദികളെന്ന് ഘോഷിക്കുമ്പോൾ അവർക്ക് ഈ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ രാജ്യത്ത് ഈ തരം വെല്ലുവിളികളെ നേരിടുവാൻ ഭരണകൂടം ക്രിയാത്മകമായി ഇടപെടണം. ഛത്തീസ്ഗഡ് ഗവൺമെൻറ് തികച്ചും നിരുത്തരവാദപരമായാണ് പെരുമാറുന്നത്. ദൈവം വെളിച്ചമാണ്. ആ വെളിച്ചത്തെ ഇല്ലായ്മ ചെയ്യാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവർ മിഥ്യാധാരണയിലാണ്. ഈ വെളിച്ചം പ്രകാശിക്കും. ആ വെളിച്ചത്തെ കെടുത്താൻ ആർക്കും കഴിയുകയില്ല. റോമൻ സാമ്രാജ്യം ക്രിസ്തുവിനെതിരെ നടത്തിയ പോരാട്ടങ്ങൾ നാം പഠിച്ചിട്ടുണ്ട്, നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ സഹനങ്ങളിലൂടെ ക്രിസ്തു വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ സുവിശേഷത്തെ പ്രസംഗിക്കുന്നവർക്ക് നേരെ അക്രമം അഴിച്ചുവിടാതെ നേരായ വഴിയിൽ എല്ലാവരും ചിന്തിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.